ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയിരിക്കുകയാണോ? കുറവാണല്ലോ ക്ലാസ്സില്. ഉത്സവത്തിന് പോയിക്കോണോ? പ്ലീസ് പ്രയർ എല്ലാം കഴിഞ്ഞു? ഇല്ലല്ല, പാടിയിട്ടില്ല. ദൈവമേ ഞാൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. ദൈവമേ ഞാൻ നിൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിനുറവിടമാം ദേവാ നീ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലാകണമേ. എന്റെ വീഥികളിൽ നീ എൻ ദീപമായിടണേ. ദൈവമേ ഞാൻ നിൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. താങ്ക് യു മാം. ഞാനിൻമിഴിനാളമണയാതിരിച്ചും നീറും നെഞ്ചകം അതിനായി പുകച്ചും ഞാനിൻമിഴിനാളം അണയാതിരിച്ചും നീറും നെഞ്ചകം അഖിലായി പുകച്ചും വാടും കരൾ തടം കണ്ണീരാൽ നനച്ചും നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണ നീ നൊമ്പരമറിയുമോ ശ്യാമവർണ്ണ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. താങ്ക് യു മാം. വെരി ഗുഡ്. പ്രേയറും എനിക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. നന്നായി പാടി. താങ്ക് യു മാം. Thought of the day. Accept your past without regret. Handle your present with confidence and face your future without fear. ഡോക്ടർ APJ അബ്ദുൽ കലാം. നിന്റെ കഴിഞ്ഞ കാലത്തെ വിഷമമില്ലാതെ അംഗീകരിക്കുക. നിന്റെ ഇപ്പോഴത്തെ ജീവിതത്തെ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യുക. നിന്റെ ഭാവിയെ ഭയമില്ലാതെ നേരിടുക. ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ ക്ലാസ്സിൽ കയറിയപ്പോഴത് ഓർത്തത്. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ തന്നില്ലല്ലോ. മെസ്സേജ് ഇട്ട് വെച്ചേക്കാട്ടോ കൊടുക്കാൻ. ഗുഡ് ആഫ്റ്റർനൂൺ ഷമീർ. ക്ലാസ്സിലാണ് കുട്ടികളെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ്. ഇവിടെ അതെ ഈ എല്ലാരും ഹായ് പറഞ്ഞ മിസ്സിനോട് ഒച്ചെടുക്കണ്ടോ? ഒച്ചെടുത്തോട്ടെ. എന്താ മിസ് ലഞ്ച് കഴിഞ്ഞോന്ന് ചോദിച്ചതാ. ഉറങ്ങുന്നുണ്ടല്ലോ എല്ലാരും. അതെന്താന്നറിയോ, കൊറേ പേര് ഉറങ്ങുക, കൊറേ പേര് ഉറങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനെ ക്യാമറ ഉള്ളതുകൊണ്ട് പേടിയാണ് മിസ്. ഓക്കെ മിസ്, ഞാൻ റെക്കോർഡ് ക്ലാസ് കണ്ടോളാം മിസ്. കൊറേ മാലുണ്ട് മിസ്, അതുകൊണ്ട് ഇതൊന്നും മതിയാവുന്നില്ല മിസ്. അടിയെ. ഓക്കെ മിസ്. ഓക്കെ ചെല്ലു ചെല്ലു. ഓക്കെ.
അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിരുന്നോ? മിസ് എല്ലാം പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഇപ്പൊ ഒന്ന് കൊടുത്തേക്കട്ടെ. തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, നമ്മള് ക്ലാസ് എവിടം വരെ ആയിരുന്നു? നമ്മള് പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഇൻട്രൊഡക്ഷൻ ആണോ പറഞ്ഞ? നമ്മള് മറിയം മോണ്ടിസോറിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ ഫൈൻ. അത് നിങ്ങൾക്ക് പാർട്ട് 3 ഏതെങ്കിലും ചാപ്റ്റർ, ഏതെങ്കിലും യൂണിറ്റ്സ് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? നമുക്ക് മറിയം മോണ്ടിസോറി എന്ന് പറഞ്ഞ ഒരു ഇതില്ലേ, അത് നമുക്ക് നമ്മുടെ അപർണ മിസ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. സെക്കൻഡ് യൂണിറ്റും ടീച്ചർ യൂണിറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. ദാറ്റ് ഇസ് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. ഓക്കെ, ക്ലാസ്സിൽ ഇരിക്കുന്നവര് ജസ്റ്റ് ക്ലാസ്സിൽ കയറാത്തവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം ഇതിന്റെ ഒരു ബ്രീഫിംഗ്, നല്ല രീതിയിലൊരു ബ്രീഫിംഗ്, നല്ല രീതിയിൽ കുറേ ഡേറ്റ വേണമെന്നല്ല, വളരെ സിമ്പിൾ ആക്കി ഒന്ന് ഗ്രൂപ്പിലിടുക. കാരണം നമ്മളുടെ ഈ പാർട്ട് 3 എന്ന് പറയുന്നത് കോർ ടോപ്പിക് ആണ് മോണ്ടിസോറിയിലെ. എന്താണ് മോണ്ടിസോറി മെത്തേഡ്, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്, മറിയ മോണ്ടിസോറി എങ്ങനെ ഈ മെത്തേഡിലേക്ക് എത്തി, അതിന് അവര് എന്തെല്ലാം കാര്യങ്ങൾ അവർ അനലൈസ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് യൂണിറ്റ് 3 ആണ് ഞാനിപ്പോ എടുക്കാൻ പോകുന്നത്. നമുക്കറിയാം കുട്ടികളെ വളരുന്നതിന്റെ എല്ലാം നമ്മൾ പറയുമല്ലോ. ഇപ്പം മാമ്പഴത്തിന്റെ ഒക്കെ സീസൺ വരുമ്പോ പഴുപ്പിച്ച മാമ്പഴമാണോ താനെ പഴുത്തതാണോ എന്നുള്ളത് നമുക്ക് കഴിച്ചു നോക്കുമ്പോ ടേസ്റ്റ് കൊണ്ട് അറിയാൻ പറ്റും. അപ്പൊ പാകമായിട്ട് പഴുക്കുന്നതിന്റെ രുചി അത് വേറൊന്നും തന്നെയല്ലേ. നമ്മള് ഞെക്കിപ്പഴുപ്പിക്കുന്നതിന്റെ രുചി അത് അത്ര സ്വാദുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. അവരെ നാച്ചുറൽ ആയിട്ട് ഡെവലപ്പ് ആകണം. അവരെ ഫോഴ്സ്ഫുള്ളി, അവരെ പ്രഷറൈസ് ചെയ്തുള്ള കാര്യങ്ങളല്ല ചെയ്യിക്കേണ്ടത്. നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ് കുട്ടികളുടെ വരുന്നത്. നമുക്കറിയാം ലിവിങ് തിങ്സ്, പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, ഹ്യൂമൻ ബീയിങ് അല്ലെ. ഹ്യൂമൻ ബീയിങ് ഒരു സെപ്പറേറ്റ് ഒരു കാറ്റഗറി ആക്കുവാണെങ്കിൽ ഹ്യൂമൻ ബീയിങ് അല്ലെ. ഈ ഓരോ ഒന്നിന്റെയും ഡെവലപ്മെന്റ്, നാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഡിഫറെന്റ് ആണ്. ചെടികള് വളരുന്ന സാഹചര്യം പ്രതികൂലമാണെങ്കിൽ, അതായത് മഴയില്ല, ഭയങ്കര വെയില്, പാറയുടെ ഇടയ്ക്കാണ്, അതിന് വേരോടാൻ സ്ഥലമില്ല, അങ്ങനെയൊക്കെ വരുമ്പോ ആ ചെടി മുരടിച്ചു പോകും, ശരിയായ രീതിയിൽ വളരില്ല. പ്രതികൂല സാഹചര്യങ്ങളില് വളർച്ച മുരടിച്ചു പോകും. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ വളർച്ച നന്നാവും. വളരെ റെയർ കേസ് മാത്രമാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ പൊരുതി വളരുള്ളൂ. അത് വളരെ റെയർ ആണ്, എല്ലാവരിലും അത് വരില്ല. ഓക്കെ, തീയിൽ കുരുത്തതെന്നൊക്കെ നമ്മൾ പറയണ പോലെ. അപ്പൊ അങ്ങനെയുള്ളവര് അതിനനുസരിച്ച് ഫൈറ്റ് ചെയ്ത് വളരും, ചെടിയാണെങ്കിലും മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് ചില അനുകൂല സാഹചര്യങ്ങൾ ആവശ്യമാണ്. എന്നാൽ മാത്രമാണ്, അതായത് പ്രിപ്പയർഡ് എൻവിയോൺമെന്റ്, നല്ല രീതിയിൽ നറിഷ്ഡ് ആയിട്ടുള്ള, പരിപോഷിപ്പിക്കപ്പെട്ട ഒരു ക്ലൈമറ്റിൽ വേണം ഇത് വളരാൻ, ഈ ചെടികളും അനിമൽസും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാം, അനിമൽ ബേബീസും ഹ്യൂമൻ ബേബീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അവരെ ഒന്നും കൂടി എനിക്ക് തോന്നുന്നു അത്രയും ഡിപ്പെൻഡന്റ് കുറവായിരിക്കും എന്ന് തോന്നുന്നു. നമ്മുടെ മക്കളെ നമ്മൾ അത്രയും ഡിപ്പെൻഡ് ചെയ്യുന്നതല്ലേ, അതായത് നമ്മൾ ഒരുപാട് ഇങ്ങനെ കെയർ ചെയ്യല്ലേ, കുറെ കെയർ കൊടുക്കല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ അത്രയും അങ്ങ് കെയർ കൊടുക്കാറില്ല. ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനാണ് അവർ ഒന്നും കൂടി ശ്രദ്ധിക്കുക എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, അങ്ങനെയാണെന്ന്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അവര് അനിമൽസ് ഒക്കെ കുറച്ച് കഴിഞ്ഞാല് കുട്ടികളെ തന്നെക്ക് വളരാൻ വേണ്ടിട്ട് വിടും. ഐശ്വര്യ എന്തെങ്കിലും പറയാൻ വന്നാണോ?
മാം അവര് അവരുടെ കാര്യങ്ങളൊക്കെ തനിയെ തന്നെ പെട്ടെന്ന് ചെയ്യും. ഇപ്പൊ ബർത്തിലാണെങ്കിൽ തന്നെ അവര് നമ്മൾ കണ്ടിട്ടുണ്ട് പശുക്കളെ കാര്യത്തിലൊക്കെ അല്ല ഒരു ഒട്ടുമിക്ക ജീവികൾ അങ്ങനെ തന്നെ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ അവര് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് നടക്കാൻ ശ്രമിക്കും. അവർക്ക് അവര് താങ്ങോ സഹായം ഒന്നും വേണ്ട, അവര് ഒരു കാലിൽ എണീറ്റ് നിൽക്കാൻ ശ്രമിക്കും. മിസ്സേ, ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് കോഴിയുടെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ തന്റെ ചിറകിന്റെ അടിയിലാണ് എപ്പോഴും അമ്മക്കോഴി സംരക്ഷിക്കുക അല്ലെ. വളരെ സേഫ് ആയിട്ട് ഒരു പ്രായം വരെ നന്നായിട്ട് കൊണ്ടു നടക്കും. അത് കഴിഞ്ഞിട്ട് അവരെ നന്നായിട്ട് ഭക്ഷണം കഴിപ്പിക്കാൻ എങ്ങനെയാന്ന് പഠിപ്പിക്കും, പറക്കുന്ന എങ്ങനെയാന്ന് പയ്യെ പഠിപ്പിക്കും, ഒരു ശത്രു വന്നാൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് കോഴിക്കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അതിനുശേഷമാണ് തള്ളക്കോഴി മാറി നടക്കാൻ തുടങ്ങുന്നത്. പിന്നെ എന്തൊക്കെ വന്നാലും തള്ളക്കോഴി അവരെ ശ്രദ്ധിക്കില്ല. അപ്പൊ അത് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് കോഴിക്കുഞ്ഞുങ്ങളെ അവരുടെ ലൈഫ് അല്ലെ. നമ്മള് ഇപ്പം മനുഷ്യനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ മനുഷ്യന് ആദ്യം മുതൽ ഒരു പ്രായം വരെ കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടു നടക്കും. അതുപോലെ അല്ല അനിമൽസ്. അവര് അവരുടെ ഒരു പ്രൈമറി നീഡ്സ് സാധ്യമാകുന്നോളം വരെ ഉണ്ടാവുള്ളൂ കൂടെ. ബാക്കി അവരെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കണക്കാക്കുന്നു. പണ്ടൊക്കെ നമ്മുടെ വീടുകളില് അത്യാവശ്യം കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവര് എല്ലാവർക്കും ഒരു സ്വന്തമായിട്ട് ആടോ പശുവോ ഒക്കെ ഉണ്ടാവുമായിരുന്നു അല്ലെ പണ്ടൊക്കെ. അപ്പൊ എന്റെ അമ്മ വീട്ടിൽ ഇതുപോലെ പശു ഉണ്ടായിരുന്നു. ഞങ്ങൾ വെക്കേഷനിൽ അമ്മയുടെ വീട്ടിൽ പോകുമ്പോ മിക്കവാറും വെക്കേഷൻ പോകുമ്പോ ഈ പശു പ്രസവിക്കാറായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഞങ്ങൾ പിള്ളേരെല്ലാരും കസിൻസ് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാരും ഈ പശു പ്രസവിക്കുന്ന കാണാനായിട്ട് ആകാംക്ഷയോടുകൂടി, കാരണം നമ്മൾക്കൊരു ക്യൂരിയോസിറ്റി അല്ലേ പശുവിന്റെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു കുട്ടി പുറത്തേക്ക് വരുന്നത് കാണാനായിട്ട്. അപ്പൊ ഇങ്ങനെ നോക്കി വെക്കും. പക്ഷെ ഈ പശു അതിൻ്റെതായ വെപ്രാളവും ഒക്കെ ഇങ്ങനെ കാണിക്കെങ്കിലും രാത്രി ആയാലും ഇത് പ്രസവിക്കില്ല. അപ്പൊ ഞങ്ങളൊക്കെ 9 മണിയാകുമ്പോഴേക്കും കിടന്നങ്ങ് ഉറങ്ങും. പിറ്റേ ദിവസം രാത്രി ഇത് പ്രസവിച്ചിട്ടുണ്ടാവും. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച ഒരു പശുക്കിടാവ് ഓടി നടന്ന് കളിക്കുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ അത് കളിക്കാൻ വരുന്നു. അത് ഓടുന്നു, ചാടുന്നു, വിശക്കുമ്പോൾ ഓടിപ്പോയി അമ്മയുടെ അടുത്ത് പോയി പശുവിന്റെ അടുത്ത് പോയിട്ട് പാല് കുടിക്കുന്നു, പിന്നെ തിരിച്ച് ഓടി വന്നു കളിക്കുന്നു. അങ്ങനെ ഓട്ടവും ചാട്ടവും ഒക്കെ തന്നെ. പ്രസവിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ കുട്ടി എണീറ്റ് നിൽക്കാൻ തുടങ്ങുന്നു, ഓടുന്നു, ചാടുന്നു, പാല് കുടിക്കുന്നു. ഒരു മനുഷ്യ കുഞ്ഞാണെങ്കിലോ അതിന് ഫുൾ സപ്പോർട്ട് വേണം. അതിന്റെ തല പോലും ഉറച്ചിട്ടുണ്ടാവില്ല. നമ്മളിങ്ങനെ ഹെഡ് സപ്പോർട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം ഒരു കുട്ടിക്ക്. പിന്നെ കണ്ണുപോലും ശരിക്കും തുറക്കാൻ പറ്റില്ല. ആളുകളുടെ മുഖത്ത് നോക്കാറായിട്ടുണ്ടാവില്ല, ചിരിക്കില്ല. പിന്നെ എന്തുണ്ടെങ്കിലും കരയാൻ മാത്രമില്ലാണ്ട് ഈ കുട്ടിക്ക് അറിയില്ല അല്ലെ. പിന്നെ അതുപോലെ തന്നെ പാല് കുടിപ്പിക്കാൻ നമ്മൾ ആദ്യം കുറെ പ്രയാസപ്പെടും. കുറെ കഴിയുമ്പോൾ അത് തന്നെ സക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അതൊക്കെ. അപ്പൊ അത് വളരെ ഡിപ്പെൻഡന്റ് ആണ് മനുഷ്യക്കുട്ടി. ഒരു പ്രായം വരെയും അത് ഡിപ്പെൻഡന്റ് ആണ്. പിന്നെയാണ് പതുക്കെ പതുക്കെ തല ഉറയ്ക്കുന്നു, സോഷ്യൽ സ്മൈൽ വരുന്നു, നമ്മളെ നോക്കി ചിരിക്കുന്നു, പിന്നെ അങ്ങനെ ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നിരുന്നാലും അതിനെ കുളിപ്പിക്കാൻ ആള് വേണം, ഭക്ഷണം കഴിപ്പിക്കാൻ ആള് വേണം, ഡ്രസ്സ് മാറ്റി കൊടുക്കാൻ ആള് വേണം, അതിനെ ക്ലീൻ ചെയ്യിക്കാൻ ആള് വേണം. യൂറിൻ മോഷൻ എല്ലാം പോകും, അതെല്ലാം ക്ലീൻ ചെയ്യാനും കുട്ടിയെ ക്ലീൻ ചെയ്യാനും ഒക്കെ ആള് വേണം ഒരു പ്രായം വരെ. അത് കഴിയുമ്പോഴേക്കും ഇത് ഇൻഡിപെൻഡന്റ് ആകാനുള്ള ടെൻഡൻസി കാണിച്ചു തുടങ്ങും. 1 വയസ്സൊക്കെ ആകാറാകുമ്പോഴേക്കും ഞാൻ ചെയ്യാം. അപ്പൊ അതിന് സമയമെടുത്തു. നിമിഷങ്ങൾ കൊണ്ട് ഒരു അനിമൽ ബേബി നിമിഷങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യം ഈ മനുഷ്യ കുഞ്ഞിന് സമയമെടുക്കുന്നു, ഭയങ്കരമായ സമയമെടുക്കുന്നു. 1 ഇയറിനൊക്കെ അടുത്ത് എടുക്കും. പക്ഷെ വൺസ് ഇത് കേപ്പബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, വൺസ് ഹ്യൂമൻ ബേബീസ് കേപ്പബിൾ ആയി കഴിഞ്ഞാൽ, പിന്നെ ഈ ലോകത്ത് അതിനെ വെല്ലാനായിട്ട് വേറൊരു സ്പീഷീസ് ഇല്ല എന്നാ പറയാം. അത്രയ്ക്ക് ഡെവലപ്മെന്റ് ആണ് ഈ ഹ്യൂമൻ ബേബിയുടെ ഓരോ ഏരിയയിലും. ഇന്റലിജൻസ് ആണെങ്കിലും, ലാംഗ്വേജ് ആണെങ്കിലും, മൂവ്മെന്റ് ആണെങ്കിലും, അങ്ങനെ എന്ത് കാര്യങ്ങളാണ്, സെൻസേഷൻസ് എന്താണെങ്കിലും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു കമ്പയർഡ് ടു അനിമൽ ബേബീസ്. അനിമൽ ബേബീസിനാ ജനിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലുള്ള ആ കഴിവ് പെട്ടെന്ന് പുറത്തേക്ക് വരും. പക്ഷെ ഹ്യൂമൻ ബേബീസിന് ആ കഴിവ് പുറത്തേക്ക് വരാനായിട്ട് സമയമെടുക്കും. അവരുടെ ഉള്ളിൽ എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്, പക്ഷെ ആ പൊട്ടൻഷ്യല് പുറത്തേക്ക് വരാനായിട്ട് സമയമെടുക്കുന്നു. അതുകൊണ്ട് മറിയാ മോണ്ടിസോറി, നമുക്കറിയാം ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുമ്പോൾ നമ്മൾ അതിനെ എംബ്രിയോ എന്ന് പറയും. എംബ്രിയോ സ്റ്റേജ് അല്ലെ, ഭ്രൂണം.
ഭ്രൂണാവസ്ഥ നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഭ്രൂണത്തിന് ആ ഒരു ജീവന്റെ തുടിപ്പേ ഉണ്ടാവുള്ളൂ. പതുക്കെ പതുക്കെയാണ് അതിന് ഹാർട്ട്, പിന്നെ ലിവർ, അങ്ങനെ ഓരോരോ ഓർഗൻസും പിന്നെ കൈയും കാലും ഒക്കെ ആയിട്ട് ഒരു പൂർണ്ണ രൂപത്തിൽ എത്തുമ്പോഴാണ് ഇത് പുറത്തേക്ക് വരുന്നത് അല്ലെ. അപ്പൊ ആ എംബ്രിയോയ്ക്ക് ഒരു അത് ഫുള്ളി ഡെവലപ്പായി പുറത്തേക്ക് വരുന്നു. പക്ഷെ മറിയ മോണ്ടിസോറി പറയുന്നത് അപ്പോഴും ഈ കുട്ടിയുടെ മനസ്സ് ഡെവലപ്പ് ആയിട്ടില്ല. മനസ്സ് ഡെവലപ്പ് ആകാത്തത് കൊണ്ടാണ് ഒരു അനിമൽ ബേബിയെ പോലെ അത് കേപ്പബിൾ ആകാത്തത്, തന്നെ കാര്യങ്ങൾ ചെയ്യാത്തത്. അതിനുള്ള ബോധം കുട്ടിക്ക് വരുന്നില്ല, ബോധമായിട്ടില്ല. അതുകൊണ്ടാണ് മനസ്സ് ഡെവലപ്പ് ആകാത്തതെന്ന് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞത്. അതുകൊണ്ട് ഡോക്ടർ മോണ്ടിസോറി ഈ ഒരു മൈൻഡിനെ ഇങ്ങനെ ഡെവലപ്പ് ആകാതിരിക്കുന്നത് കൊണ്ട് ഈ ഒരു മൈൻഡിനെ ഡോക്ടർ മോണ്ടിസോറി വിളിച്ചത് സ്പിരിച്വൽ എംബ്രിയോ എന്നാണ്. മനസ്സ് ഭ്രൂണാവസ്ഥയിൽ തന്നെയാണ്. കുട്ടി ജനിച്ചു പുറത്തു വന്നു, പക്ഷേ ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മനസ്സ് ഭ്രൂണാവസ്ഥയിലാണ്. ചില ആളുകളെ നമ്മൾ തമാശയ്ക്ക് പറയും, ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മനസ്സിപ്പോഴും വളർന്നിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഇത് തന്നെയാണ്. അപ്പൊ ആ ഒരു മനസ്സിന്റെ ഡെവലപ്മെന്റിന്റെ പല ഫേസസ് ഉണ്ട്. നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റിൽ ആ ഫേസസ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ അത് നിങ്ങൾ ടൈം ഏജ് പീരീഡ് വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ഏജിൽ ഇതാണ്, ഓരോ ഏജിൽ ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഡെവലപ്പ് ആകണമെങ്കിൽ അതിന് ടൈം എടുക്കും. ഒക്കെ സമയം എടുത്തോട്ടെ, പക്ഷെ അങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകും. കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുട്ടി ശബ്ദങ്ങൾ കേൾക്കണം, സംസാരം കേൾക്കണം അല്ലെ, ഭാഷ ഏത് ഭാഷയാണോ അത് കേൾക്കണം. അപ്പൊ അതിങ്ങനെ നമ്മൾ ആ കുട്ടിക്ക് തിരിച്ച് പറയില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് ആകും. അവർ എന്തൊക്കെയോ ചുണ്ടൊക്കെ ഇങ്ങനെ മലർത്തി എന്തൊക്കെയോ കാണിക്കും, സംസാരിക്കാനുള്ളൊരു ടെൻഡൻസി പോലെ കാണിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരു കുട്ടി സംസാരിക്കാൻ ചിലപ്പോൾ സ്ലോ ആകും. പിന്നെ കുട്ടിയെ എപ്പോഴും എടുത്തോണ്ട് നടക്കുക, കുട്ടിയെ എന്താ പറയാ പിടിച്ചു നിൽക്കാനോ നടക്കാനോ ഒക്കെ തുടങ്ങുന്ന പ്രായമായാലും ഫുൾ ടൈം എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ വീട്ടിലെ സാഹചര്യം, വീട്ടിനകത്ത് എപ്പോഴും കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ കുട്ടിയുടെ നേരെ ഷൗട്ട് ചെയ്യുക, കുട്ടിയെ പണിഷ് ചെയ്യുക, ചെറിയ കുട്ടിയാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും കുട്ടിയുടെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ലോ ആകും. അങ്ങനെ ഈ ശരിയല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ ഈ പറഞ്ഞ ഏരിയയിലുള്ള ഡെവലപ്മെന്റ് എല്ലാം ലോ ആകും. അങ്ങനെയുള്ള കുട്ടികളുടെ വളർച്ച മുരടിക്കും. ഇതിപ്പോ ന്യൂട്രീഷ്യസ് ഭക്ഷണം കൊടുക്കുമ്പോൾ ശരീരത്തിന് ആരോഗ്യം വരുന്ന പോലെ മനസ്സിന്റെ ആരോഗ്യത്തിന് പ്രൊവൈഡ് ചെയ്യേണ്ട ന്യൂട്രിയൻസ്, അതായത് ലവ്, അഫെക്ഷൻ, കെയറിങ്, കൺസേൺ ഇതെല്ലാം ഇല്ലാണ്ടാവുന്നു. ആ കുട്ടിക്ക് വളരാനുള്ള സാഹചര്യത്തിന്റെ കുറവാണ് അവിടെ വരുന്നത്. ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ അങ്ങനെ നാച്ചുറൽ ആയിട്ട് അവർ ഡെവലപ്പ് ആകണമെങ്കിൽ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം? അവർക്ക് നല്ലൊരു എൻവിയോൺമെന്റ്, അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഫാക്ടേഴ്സും എല്ലാ ന്യൂട്രിയൻസും നറിഷ്ഡ് ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുകൂടാതെ അവർക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. ഞാൻ ചെയ്യാന്ന് പറഞ്ഞ സോക്സ് ഇടാൻ നോക്കുമ്പോ നീ ചെയ്താൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് തളർത്തുകയാണ് പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. ഷൗട്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ കുട്ടി ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കുമ്പോൾ ഷൗട്ട് ചെയ്യുന്നു. കുട്ടി തന്നെത്താനെ ഭക്ഷണം വാരി കഴിയും, കുറെ പുറത്തു പോകും. ശരി തന്നെയാണ്, കാരണം അവര് ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. ഇപ്പോഴേ അവരത് പ്രാക്ടീസ് ചെയ്ത് വേണം അവരത് ശരിയാക്കാനായിട്ട്. ഓക്കെ, ഞാനതൊന്ന് ഷെയർ ചെയ്യാം. ഇതാണ് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് നമ്മൾ പഠിക്കുന്നത്. അതിന് വേണ്ടുന്ന 2 കണ്ടീഷൻ: നല്ലൊരു എൻവിയോൺമെന്റ്, അവർക്ക് വളരാൻ ആവശ്യമുള്ള നല്ലൊരു എൻവിയോൺമെന്റ്, അത് കൂടാതെ അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രീഡം. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. നമ്മളാണ് സെറ്റ് ചെയ്യുന്നത് അവരുടെ ഫ്രീഡം ഏത് വേണം എന്നുള്ളത്. അത് ഏത് ഏജ് ആണെങ്കിലും ആ ഒരു ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. ഒരു പട്ടം പോലെ ആയിരിക്കണം. പട്ടത്തിന്റെ ധാരണ എത്ര ദൂരം വേണമെങ്കിലും എനിക്ക് പറക്കാവുന്ന, പക്ഷെ താഴെ നിന്ന് ഒരാൾ കൺട്രോൾ ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആ പട്ടത്തിന്റെ നൂലിൽ പിടിക്കുന്നവരായിരിക്കണം. പട്ടം നമ്മുടെ മക്കളാണെങ്കിൽ ആ നൂല് പിടിച്ച് കൺട്രോൾ ചെയ്യേണ്ടവരായിരിക്കണം നമ്മള്. കുറച്ചധികം ഉണ്ട്. നിങ്ങൾ തന്നെ വായിച്ചു നോക്കുമ്പോൾ
മനസ്സിലാകാതെ വരും. പക്ഷെ ക്ലാസ് ഒന്ന് ബാക്കിയൊക്കെ ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും ഒന്നും പ്രശ്നമില്ല. പക്ഷെ ഈ 3, 4, 7, 10 ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നെ വായിച്ചാലും മനസ്സിലാകും. ഇത് മനസ്സിലാകായൊന്നുമില്ല, പക്ഷെ ഒന്നൊരു സപ്പോർട്ട് കിട്ടിയിട്ട് വായിക്കുമ്പോൾ കുറച്ച് പെട്ടെന്ന് അത് ക്ലിയർ ആവും. പേജ് കണ്ടുപിടിക്കാൻ ഇഷ്ടമല്ലേ? law of natural development. ഇതിലെ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും റീഡ് ചെയ്യാമോ? 2 അല്ല, ഈ ഒരു ഫ്ലോ ഡയഗ്രാം കൊടുത്തിരിക്കുന്നതിന്റെ മുകളിൽ വരെ ഇത്രയും പോർഷൻസ് വായിക്കണം. ഈ 2 പേര് ചേർന്ന് വായിക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഏത് പോർഷൻ വരെ ഒരാൾ വായിക്കാം, ഏത് പോർഷൻ വരെ അടുത്തത്. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ക്ലാസ് ലീഡ് ചെയ്യണോ? യു ക്യാൻ ലീഡ് ദ ക്ലാസ്. യെസ് പ്ലീസ്. എങ്ങനെ വേണമെങ്കിലും. After you all are facilitators, right? മാം എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് മാം, പക്ഷെ മോൻ ഉണ്ട്, അതുകൊണ്ട് പറ്റുന്നു തോന്നിയില്ല. അവൻ തൊള്ള വിളിച്ചോണ്ടിരിക്കുക, സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ അവനെ ഉറങ്ങി കഴിഞ്ഞാൽ ക്ലാസ്സിന് കയറാറേ. അവനൊന്നും ഉറങ്ങിയിട്ടില്ല. എത്ര നേരമായിട്ട് ഉറങ്ങാൻ വിളിച്ചോണ്ടിരിക്കുക, ഉറങ്ങണേ ഇല്ല. അപ്പൊ അത് കേൾക്കുന്നില്ലല്ലോ ശബ്ദമൊന്നും. പറഞ്ഞിട്ട് ഒച്ച എടുത്തോണ്ടിരിക്കുന്നുണ്ട്, ഞാനൊന്നും കേട്ടില്ല. ഇപ്പതേ അകത്തേക്ക് പോയിരിക്കുക. എന്തോ എടുക്കാൻ വേണ്ടിട്ട് പോയതാ. നേരത്തെ സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. എത്ര വയസ്സുണ്ട്? 2.25. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞോ? അത് കഴിഞ്ഞോ? കഴിഞ്ഞു. മോനെ ഉറക്കിയിട്ട് ക്ലാസ്സിന് കയറാറ് സാധാരണ. ഇന്നെന്തോ തീരെ ഉറങ്ങണില്ല. അവൻ കളിച്ചോണ്ട്. ഓക്കെ, പറ്റുവാണെങ്കിൽ ചെയ്യൂ, നോ പ്രോബ്ലം. ആർക്ക് വേണമെങ്കിലും റീഡ് ചെയ്യാട്ടോ, ആർക്ക് വേണമെങ്കിലും വായിക്കാം. ഫുൾ ഒരാൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്തോളൂ. ഞാൻ വായിക്കാന്ന് പറയുവാണെങ്കിൽ നമ്മൾ എത്ര പേരാണോ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യും. ക്ലാസ് എടുക്കണമെന്ന് ഒരാൾ വായിക്കുന്നത് കേൾക്കുമ്പോൾ വേറൊരാൾക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അവർക്ക് ക്ലാസ് ലീഡ് ചെയ്യാം, അല്ലെങ്കിൽ എടുക്കുന്നവർക്ക് തന്നെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ലീഡ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. നല്ല വലിയ ചാപ്റ്റേഴ്സ് ആണ് 3ഉം 7ഉം. 10 ക്ലാസ് എടുക്കാൻ ഞാൻ പറയില്ല, കാരണം 10 ഇസ് വെരി ടഫ്. അല്ല, എളുപ്പമാണ്, അതിലെ കണ്ടന്റ് ടഫാണ്. അത് ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ യു ക്യാൻ ടേക്ക്. ബാക്കിയൊന്നും കുഴപ്പമൊന്നും. യെസ്, ആരാ റീഡ് ചെയ്യാൻ? ഏതാ ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ വായിക്കാം. ഓക്കെ. Have you noticed the difference between human babies and animal babies? Human babies seem to be more incapable than animals at birth. Animals can walk within hours after birth. Some can scurry around and creak like puppies. But human babies can barely do anything at all. They cannot move on their own, and they are so helpless that they can't even lift their own head. They just lay there and cry. Sea turtles, newly devised on a beach, will naturally move toward the ocean. A joy climbs into its mother's pouch upon being born. Why are we born like this? ആ ലാസ്റ്റ് സെന്റൻസിലെ ജോയ് എന്നുള്ളതൊന്ന് കറക്റ്റ് ചെയ്തു കേട്ടോ. JOEY ആണ്, അതായത് കാങ്ക്രൂന്റെ ബേബിയെ പറയുന്ന പേരാ, കിഡിന് പറയുന്ന പേരാണ് ജോയ്. JOEY. ഓക്കെ, ഇത് കേട്ടപ്പോ ആർക്കെങ്കിലും അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. യെസ്, അതായത് ഹ്യൂമൻ ബേബീസും ആനിമൽ ബേബീസും തമ്മിൽ ഡിഫറൻസ് ആണ് ശ്രമിക്കുന്നത്.
അതായത് ഹ്യൂമൻ ബേബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കുറച്ചുകൂടി കേപ്പബിൾ ആണ് ബർത്തിലൂടെ ആനിമൽസിനെ, അതായത് ഹ്യൂമൻ ബേബീസ് എന്ന് പറഞ്ഞാൽ ഇൻകാപ്പബിൾ ആണ് ആനിമൽസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ. ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹവേഴ്സ് പ്രസവത്തിന് ശേഷം തൊട്ട് അതായത് അത്രയും അടുത്ത് തന്നെ അവര് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അവർ വാക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. പ്രസവം അതായത് ബർത്തിന് ശേഷം അവർ വേഗം തന്നെ വാക്ക് ചെയ്തുകൊണ്ടിരിക്കും. സം ക്യാൻ സ്ക്വാം അറൗണ്ട് ആൻഡ് ക്രീക്ക് ലൈക്ക് പപ്പീസ്. അതായത് സ്ക്വാം അറൗണ്ട്, അതായത് ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പീസ്. അതായത് സ്ട്രഗിൾ ചെയ്ത് നടക്കാൻ നോക്കുക, വേച്ചായിരിക്കും അവര്. ജസ്റ്റ് അവര് പുറത്തേക്ക് വന്ന ഉടനെ തന്നെ അവരെ കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കും, വേച്ച് വീഴാൻ പോവും, വീണ്ടും അവര് നടക്കാൻ നോക്കും, വേച്ച് നടക്കും. നമ്മളെ കുട്ടികൾ നടക്കാൻ തുടങ്ങുമ്പോ എങ്ങനെയാണോ അതുപോലെ തന്നെ. ക്രീപ്പ് എന്ന് വെച്ചാൽ ഒരു ഓട്ടിസ്റ്റ് പപ്പീസ് ഒക്കെ കണ്ടിട്ടില്ലേ, പട്ടിക്കുട്ടികളെ കണ്ടില്ലേ, നീന്ന സ്ഥലത്തു നിന്നോട് ഇങ്ങനെ തിരിയുന്നത്, എത്ര റൗണ്ട് അവർ അതുപോലെ ടെസ്റ്റ് ചെയ്യുന്നത്. യെസ് പ്ലീസ്. But human babies can barely do anything at all. ഹ്യൂമൻ ബേബീസ് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ദേ കനോട്ട് മൂവ് ദെയർ ഓൺ. അവർ ഒറ്റയ്ക്ക് തന്നെ അങ്ങനെ ചെയ്യുന്നില്ല. അതായത് നമ്മൾ ബർത്തിന് ശേഷം പെട്ടെന്ന് അവർ അങ്ങനെ അധികം ചെയ്യുന്നില്ല. ആൻഡ് ദേ ആർ സോ ഹെൽപ്ലെസ് ദാൻ ദേ കാൻറ്റ് ഈവൻ ലിഫ്റ്റ് ദെയർ ഓൺ ഹെഡ്. അതായത് അവർക്ക് അവരുടെ ഹെഡ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലിഫ്റ്റ് ചെയ്യാൻ പോലും അങ്ങനെ പറ്റില്ല. ദേ ജസ്റ്റ് ലേ ദെയർ ആൻഡ് ക്രൈ. അവരവിടെ കിടക്കുന്നു, അവർ കരയുന്നു. Sea turtles newly divorced on a beach will naturally move toward the ocean. അതായത് നമ്മുടെ ടേർട്ടിൽസ് നമ്മുടെ ഓഷ്യന്റെ അവിടെ മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണേ. ഓഷ്യന്റെ ആ ഭാഗത്തു കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. എ ജോയ് ഫ്ലിംസ് ഇൻ ടു ദെയർ മദേഴ്സ് പൗച്ച് അപ്പോൺ ബീയിങ് ബോൺ. അത് മിസ് പറഞ്ഞ പോലെ കങ്കാരുവിന്റെ കുട്ടീനെ പറയുന്ന പേരാണ് ജോയ്സ് എന്ന് പറഞ്ഞാൽ. അവരുടെ അതായത് നമ്മുടെ കങ്കാരു കുട്ടീനെ നമ്മൾ ചുമന്നിട്ട് കണ്ടിട്ടില്ലേ, മറ്റേ ഫിലിമില് കണ്ടിട്ടില്ലേ, അതേപോലെ അവര് ചെയ്യുന്നുണ്ടെന്നാ പറയണേ. വൈ ആർ വി ബോൺ ലൈക്ക് ദിസ്? നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത് ജനിച്ചത് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ്. സീ ടേർട്ടിൽസ്, കടലാമകള് നമുക്കറിയാം. അത് ഈ കടലാമ മുട്ടയിടുന്നത് ബീച്ച് സൈഡിലായിരിക്കും, മണലുള്ള സ്ഥലത്ത് അല്ലെ. മുട്ടയിട്ടിട്ട് ഈ അമ്മ വല്ലയിടത്തേക്കും പോകും. ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ആര് പഠിപ്പിച്ചു? നേരെ കടലിലേക്കാണ് പോകേണ്ടതെന്ന്. അവരുടെ ആ ഇൻസ്റ്റിങ്ക്റ്റ് അത് ഡെവലപ്പായി കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് അറിയാവുന്നത് അതാണ് ഞങ്ങളുടെ വീട്. അവരാരും അങ്ങോട്ട് കൊണ്ടുപോയി ആക്കിയൊന്നുമില്ല. അവര് തന്നെ അവരുടെ വീടായ ഓഷ്യനിലേക്ക് പോകുന്നു. അതുപോലെ കാങ്കറുവിന്റെ ബേബി കിഡ് ജോയി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോയിയുടെ ആര് പറഞ്ഞു കൊടുത്തു? ആ പൗച്ച്, അമ്മയുടെ വയറ്റിലുള്ള ആ സഞ്ചി എനിക്ക് ഇരിക്കാനുള്ളതാണെന്ന്. അത് ജനിച്ച ഉടനെ തന്നെ ചാടിക്കയറി അതിനകത്തേക്ക്. സോ അവരുടെ എല്ലാ ഇൻസ്റ്റിങ്ക്റ്റും കങ്കാരുവിന്റെ ഇങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ നനച്ചു കൊടുക്കട്ടെ കങ്കാരു ഇങ്ങനെ. അപ്പൊ അത് ആ സ്മെല്ല് അറിഞ്ഞിട്ട് അത്ര ആ സഞ്ചിക്ക് പോവാ കുട്ടി. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ എന്തായാലും ഉള്ളിലാക്കി കൊടുക്കേണ്ടി വരും. മനുഷ്യർക്ക് അങ്ങനെ ഒരു സഞ്ചി ഉണ്ടായിരുന്നെങ്കിൽ ആക്കി കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മള് ഇൻകേപ്പബിൾ ആണ് കമ്പയർഡ് ടു അനിമൽ ബേബീസ്. ബട്ട് വൺസ് നമ്മളുടെ പൊട്ടൻഷ്യൽ എല്ലാം ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കാൻ പെട്ടെന്ന് വേറൊരു സ്പീഷീസ് ഈ ഒരു ലോകത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ യെസ്, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഈ സെഷൻ കുറച്ചുകൂടെ ലൈവ്ലി ഇന്ററാക്റ്റീവ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ തലയിൽ അതിരിക്കും. കാരണം നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് എന്താണ് മോണ്ടിസോറി മെത്തേഡ്, എങ്ങനെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. യെസ് പ്ലീസ്, നെക്സ്റ്റ്. ആരുമില്ലേ വായിക്കാൻ? എല്ലാവർക്കും എന്ത് പറ്റി? ഒരു ഉത്സവത്തിന് പോണ വല്ല പ്രിപ്പറേഷനിലാണോ? പലയിടത്ത് ഉത്സവവും പെരുന്നാളും ഒക്കെ ആണല്ലോ. പള്ളിയിലൊക്കെ പെരുന്നാളും ഉത്സവവും പിന്നെ നോമ്പ് തുടങ്ങാറായി. അതിന്റെയൊക്കെ പ്രിപ്പറേഷൻസ് ആണോ? ആരും അങ്ങനെ അയങ്ങാണ്ടിരിക്കുന്നു. വായിച്ചാൽ മതി, ലീഡ് ചെയ്യണമെന്നില്ല. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ യു ക്യാൻ ലീഡ് ദ ക്ലാസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. യെസ്, ഞാൻ വായിക്കാം. It is because the animals have special aptitude which help them for their development.
In the human child, instinct has withdrawn to give place to something higher, to the brilliance and will of man. Animals have merely to activate their instincts towards their specified behavior, and their psychic life is limited to this. But in man, there is this other fact, the creation of human brilliance. But a human baby is not born with intelligence. It develops as a result of the communication with its environment, and as the spiritual embryo unfolds, Montessori ഒപ്പിൻഡ് എന്നാണോ? അതേതെങ്കിലും മനസ്സിലായോ? ഒപ്പീനിയൻ ഓക്കെ പറഞ്ഞുള്ള മീനിങ് ആണ്. സേ ഒപ്പീനിയൻ, അതാണ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഓക്കെ മിസ്, മീനിങ് പറയാൻ അറിയില്ല, കൺഫ്യൂഷൻ ആണ് വായിച്ചിട്ട്. ജസ്റ്റ് മനസ്സിലായ കാര്യങ്ങൾ മാത്രം സെന്റൻസ് ബൈ സെന്റൻസ് അങ്ങനെ മീനിങ് പറയണ്ട. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയണ, അതിൽ നിന്ന് കവിത എന്താ മനസ്സിലാക്കിയെന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ നോ പ്രോബ്ലം, ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ശരിക്കും മൃഗങ്ങൾക്ക് സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ്, മൃഗങ്ങൾക്ക് അവരുടെ ഒരു ഡെവലപ്മെന്റിനെ ഒരു സഹായിക്കുന്ന പ്രത്യേക കഴിവുണ്ട് മനുഷ്യനെ അപേക്ഷിച്ച്. ഇൻ ദ ഹ്യൂമൻ സിറ്റുവേഷൻ. പിന്നെ മനുഷ്യശിശുവില് മൃഗങ്ങളെയും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. എന്ന് വെച്ചാൽ ആ ജനനത്തില് തന്നെ അവർക്ക് അത് ആ ഒരു കഴിവ് കൊടുക്കുന്നില്ല. അവരുടെ ഉള്ളിലുണ്ട്, എന്നാൽ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ള സമയം വേണം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. മിസ്സിന്റെ ക്ലാസ്സിൽ നിന്നും ഇത് വായിച്ചപ്പം തോന്നിയതാണ് അത്. Animals have merely to activate their instinct towards the specified behavior. മൃഗങ്ങൾ അവരുടെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ആ ഒരു സ്വഭാവത്തിലേക്ക് എന്താ പറയാ, അവര് എപ്പോഴും അതിലേക്കാണ് അവര് അവരുടെ ആ സ്വഭാവം അതാണ് പ്രകടിപ്പിക്കുന്നത്. ഓരോ അനിമൽസിനും ഓരോ സ്വഭാവം ഉണ്ട്. അപ്പൊ അവരുടെ ബേബീസ് ഉണ്ടാവുമ്പോൾ തന്നെ ആ ഒരു സ്വഭാവം അത് അപ്പൊ തന്നെ അവർ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ഹ്യൂമൻ ബേബിക്ക് അതിനൊരു ടൈം ഉണ്ടാവും. അവര് എന്ന് വെച്ചാൽ ഫിസിക്കലി അവര് കൈകാലുകളൊക്കെ ചലിപ്പിച്ച് എല്ലാം ചെയ്യാനായിട്ടുള്ള ടൈം എടുക്കും, വൈകും. എന്താ പറയാ, ബ്രില്യൻസ്, അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഉള്ളിലുള്ള കഴിവുണ്ടെങ്കിലും അവർക്കത് പ്രകടിപ്പിക്കാൻ ടൈം എടുക്കണം, ടൈം വേണ്ടി വരും. അനിമൽസിന് പക്ഷെ അത് ഉണ്ടായി തുടങ്ങിയതിന്റെ പിന്നാലെ തന്നെ, ഇപ്പൊ ഇത് അനിമലായാലും അവരുടെ ബേബി പ്രസവിച്ച പിന്നാലെ തന്നെ അവരുടെ ആ അവർക്കൊരു സ്വഭാവം ഉണ്ട്. ആ ഒരു സ്വഭാവത്തിലേക്ക് അവര് പെട്ടെന്ന് തന്നെ കടക്കും. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. നമ്മള് ചൈൽഡ് ഡെവലപ്മെന്റ് പഠിച്ചപ്പോ നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റിൽ ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള കമ്പാരിസൺ ഒരു ടേബിൾ പോലെ പഠിച്ചു അല്ലെ? മെച്യൂരിറ്റി എത്തുമ്പോൾ ഗ്രോത്ത് സ്റ്റോപ്പ് ആകും. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ തടി മാത്രം, അത് നമ്മളുടെ എന്താ പറയാ, ഭക്ഷണത്തിന്റെയും അല്ലാതെയുള്ള ചേഞ്ചസ് കൊണ്ടാണ്. അല്ലാതെ നമ്മളുടെ ഗ്രോത്ത് അത് സ്റ്റോപ്പ് ചെയ്യുന്നു, സീസ് ചെയ്യുന്നു. പക്ഷെ ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ടിൽ അവർ ലാസ്റ്റ് ബ്രെത്ത്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പറയുന്നത് നമ്മളുടെ ഇന്റലിജൻസ് ലെവൽ എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അപ്ഗ്രേഡ് ചെയ്യുന്നത് എല്ലാം നമ്മളുടെ ഡെവലപ്മെന്റ് ഭാഗമാണ്. പക്ഷേ നമുക്ക് ആ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ അതിന് നമുക്ക് ടൈം എടുക്കും. പക്ഷെ വൺസ് അത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു എൻഡ് ഇല്ലാത്തൊരു പ്രോസസ്സാണ്. അത് ഏത് ലെവലിലേക്ക് വേണമെങ്കിലും ഡെവലപ്പ് ആകും. അതേസമയം മൃഗങ്ങൾക്കും ആ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലാണ് ആ ഡെവലപ്മെന്റ് നടക്കുന്നത്. അവര് ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ ഉള്ളിലുള്ള കഴിവെല്ലാം അങ്ങ് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഇനി അവരിൽ ഡെവലപ്മെന്റ് ഒന്നുമില്ല, ലാംഗ്വേജ് ഉണ്ടാകുന്നില്ല അത് കാര്യമായിട്ട് അല്ലെ, നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടേതായിട്ടുള്ള എന്തൊക്കെയൊക്കെ ശബ്ദങ്ങളാണ് അവർ പുറപ്പെടുവിക്കുന്നത്. ഇതെല്ലാം ആ ഷോർട്ട് പീരീഡിൽ തന്നെ മൃഗങ്ങളുടെ കഴിഞ്ഞു. ഇനി അവരിൽ ഡെവലപ്മെന്റിന്റെ ഒന്നുമില്ല. പക്ഷെ മനുഷ്യന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈഡാണ്, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതാണ് നമ്മൾ അവിടെ പറയുന്നത്, ആ ഒരു ഡിഫറൻസ്. അതുകൊണ്ടാണ് ഡോക്ടർ മോണ്ടിസോറി നമ്മുടെ മൈൻഡിനെ സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറഞ്ഞത്. നമ്മുടെ മനസ്സ്
നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഇന്റേണൽ എക്സ്റ്റേണൽ ഓർഗൻസും പൂർണ്ണ വളർച്ചയെത്തി നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് അപ്പോഴും ഭ്രൂണാവസ്ഥയിലാണ്. സ്പിരിച്വൽ എംബ്രിയോ എന്നാണ് ഡോക്ടർ മോണ്ടിസോറി അതിന് പറയുന്നത്. ഒരു ഹ്യൂമൻ ബേബി ഇന്റലിജൻസുമായിട്ട് ജനിച്ചിട്ടില്ല, പക്ഷെ അവന്റെ ഉള്ളിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ട്. അത് ഡെവലപ്പായി വരാനായിട്ട് സമയമെടുക്കും. അതിന് വേണ്ടുന്ന ചില സാഹചര്യങ്ങൾ വേണം, അതിന് വേണ്ടുന്ന ചില ടൂൾസ് വേണം. അവന്റെ ഉള്ളിൽ തന്നെയുള്ള ചില പവർ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് ഈ ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ സെൽഫ് ബിൽഡ് ചെയ്യണം കുട്ടി അല്ലേ? അല്ലാതെ ശരി നിന്റെ ലാംഗ്വേജ് ഡെവലപ്പ് ആക്കാൻ ഈ സമയം തുടങ്ങി ഈ സമയം വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ആക്ടിവിറ്റി ഒന്നും കൊടുക്കൂല. കുട്ടി തന്നെ ബിൽഡ് ചെയ്ത് വരുവാണ്. നടക്കാൻ നമ്മൾ എണീപ്പിച്ച് നിർത്തി നടക്കൂ എന്ന് പറയില്ലല്ലോ. അവര് തന്നെ പിടിച്ച് എണീക്കാൻ ശ്രമിക്കും. ഇരിക്കാൻ തുടങ്ങുന്ന ആള് പിന്നെ അങ്ങനെ തന്നെ ഇരുന്ന് പോകും. വീണ്ടും അവർ എണീക്കും, വീണ്ടും അവർ ഇരിക്കും, പിന്നെ പിടിച്ച് നിൽക്കും. നിന്ന് കുറച്ച് കഴിയുമ്പോൾ അവർ 1-2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും. അവർ വെച്ച് വീഴാൻ നോക്കും. അപ്പോഴൊന്നും നമ്മളായിട്ട് അവരെ പിടിച്ചു നിർത്തി നടത്തിക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെറിയ രീതിയിൽ അവരെ ഇങ്ങനെ കൈ പിടിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് സൈക്കിൾ പഠിപ്പിക്കുന്ന അങ്ങനെയല്ലേ, സൈക്കിളിന്റെ ബാക്കിൽ നമ്മൾ പിടിക്കും. അപ്പൊ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന കുട്ടി എന്റെ ബാക്കിൽ പിടിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസിൽ കുട്ടി മുന്നോട്ട് അത് സൈക്കിൾ ചവിട്ടാനായിട്ട് തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ കൈ വിടും. കുട്ടി അറിയണില്ല നമ്മൾ കൈ വിട്ടു എന്നുള്ളത്. നമ്മൾ ബാക്കിലൂടെ പതുക്കെ ആളുടെ ഒപ്പം അങ്ങനെ ഓടുകയോ നടക്കുകയോ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്നത് ഞാൻ തന്നെയാണ് ഓടിച്ചിരുന്നത്. അപ്പൊ സെൽഫ് ബിൽഡാണ് അവിടെ വരേണ്ടത്. ശരിക്കും നമ്മളുടെ ഒരു സപ്പോർട്ട് വേണം, ബട്ട് നമ്മൾ ഓവർ ആവരുതെന്നാണ് ഡോക്ടർ മോണ്ടിസോറി പറയുന്നത്. ഓവർ പ്രൊട്ടക്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഫിയർ ആണ്. തന്നെ കാര്യങ്ങൾ ചെയ്യാൻ കുട്ടിക്ക് പേടിയായിരിക്കും, കോൺഫിഡൻസ് ലെവൽ ലോ ആയിരിക്കും. ഞാൻ ചെയ്താൽ ശരിയാവില്ല, അപ്പൊ അമ്മയെന്ന് വിളിക്കും, അച്ഛാന്ന് വിളിക്കും, അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ, ആ ഒരു രീതിയിൽ പോകും. ശരിക്കും നമ്മളുടെ കുട്ടികള് നല്ല രീതിയിൽ അങ്ങനെ പോവുകയാണെങ്കിൽ 4ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കും ഇവര് തന്നെ പഠിക്കാൻ തുടങ്ങും. നമ്മളുടെ അടുത്ത് വല്ല എന്തെങ്കിലും ഡൗട്ട്സ് വന്ന് ക്ലിയർ ചെയ്യുന്നല്ലാതെ അവർക്ക് അറിയാം എങ്ങനെ തന്നെ പഠിക്കണം. അതേസമയം കുട്ടിയുടെ കൂടെ ഇരുന്ന് കുട്ടി പഠിക്കുന്നതിലും കൂടുതൽ അമ്മ പഠിച്ച് ആ ഒരു രീതിയിലൊക്കെ ആകുമ്പോൾ എത്ര ക്ലാസ്സിൽ ചെന്നാലും ഈ കുട്ടിക്ക് തന്നെ പഠിക്കാനുള്ള കോൺഫിഡൻസ് കുറയും. പഠിത്തം മാത്രമല്ല എന്ത് കാര്യങ്ങളും. ഓക്കെ, സോ നെക്സ്റ്റ് ആരാ വായിക്കുക? നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ്. ആ ഒരു 2 പാരഗ്രാഫ്സ് അടുത്ത ലാസ്റ്റ് പാരഗ്രാഫ് ചെറുതാണ്. ആ ഒരു ഫ്ലോ ഡയഗ്രാം വരെ പറയുന്ന കാര്യങ്ങൾ ഒന്ന് വായിക്കാം. കുറെ പേര് വന്നല്ലോ. വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അജിത് വന്നു. അജിതാന്നൊരു പേര് ഞാൻ കണ്ടോ? വായിക്കട്ടോ? യെസ് പ്ലീസ്. മേരി ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഫ്ലോ ഡയഗ്രാം കഴിഞ്ഞുള്ള ഭാഗം അഖിലേക്ക് വായിക്കാട്ടോ. ഓക്കെ, മേരി പ്രീനി, 3ാമത് ഒരാളും കൂടി ഉണ്ടായിരുന്നു. 3 പേരുടെ ശബ്ദം കേട്ട പോലെ തോന്നിയതായിരിക്കും. ഓക്കെ മേരി പ്ലീസ്. For the child to self-build himself, she concluded that the child must possess within predetermined psychic pattern which is not visible at birth. She referred to them as the spiritual embryo. Montessori believed that for the psychic pattern to reveal itself, 2 conditions must be fulfilled. First, surroundings. He needs to collaborate with his environment to understand or come to terms with the limit of his universe. Second, he needs freedom to reveal himself. If these 2 conditions are absent, the psychic life of the child will not reach its potential and his personality will be stunted. Therefore, the child must also develop sensitive period and an absorbent mind. മതിയോ? മതി. ഓരോ സെന്റൻസേ ഉള്ളൂ, അതും കൂടെ വായിച്ചു. Next, Montessori described the spiritual embryo or the predetermined psychic pattern as a set of laws, the laws of natural development. These are the inborn powers which make the helpless human babies into the most powerful species on earth. ഇതിൽ പറയുന്നത് കുട്ടികളുടെ
ബുദ്ധി വികസിക്കുന്നതിന് കുട്ടികൾ നേരത്തെ മിസ് പറഞ്ഞതുപോലെ തന്നെ പരിസ്ഥിതിയുമായി നമ്മൾ ഇടപഴകണം. അതിനെയാണ് ഈ എംബ്രിയോ സ്പിരിച്വൽ എംബ്രിയോ എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ കുട്ടികളുടെ വികസനത്തിന് 2 കാര്യങ്ങൾ ആവശ്യമാണെന്ന് മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താണ് എൻവയോൺമെന്റ്, പരിസ്ഥിതിയുമായുള്ള ഒരു സഹകരണം വേണം, നമുക്കൊരു ഫ്രീഡം വേണം. ഇത് രണ്ടും നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെന്റിന് അത്യാവശ്യമായ ഒരു കാര്യമാണ്. കുട്ടികൾ തന്റെ പരിസ്ഥിതിയുമായുള്ള സഹകരണം എന്ന് വെച്ചാൽ കുട്ടി തന്നെ നമ്മളെ ലോകത്തെ കുറിച്ചും ആ പരിസ്ഥിതിയുമായി ചേർന്ന് നിൽക്കാനായിട്ട് അവര് ഒന്ന് പഠിക്കും. പിന്നെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് പ്രവർത്തിക്കുമ്പോഴും ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ കുട്ടി അത് സ്വാതന്ത്ര്യം കുട്ടിക്ക് ലഭിക്കും. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് അത് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള ഒരു മൈൻഡ് അതിന് ഉണ്ടായിരിക്കും. അപ്പൊ ഈ 2 കാര്യങ്ങളും നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്ക് തടസ്സമെന്ന് അത് കുട്ടികൾക്ക് തടസ്സമെന്ന് തോന്നരുത്. അത് ഒരു അബ്സോർബന്റ് മൈൻഡ് എന്നാണ് അതിനെ. ആ ഒരു മൈൻഡ് നമുക്ക് വികസിപ്പിച്ചെടുക്കാനുള്ള ഇതാണ് മോണ്ടിസോറി ഇതിൽ പറയുന്ന ഈ ഒരു പാരഗ്രാഫ് പറയുന്ന ഈ ഒരു 2 കാര്യങ്ങൾ നമുക്ക് കുട്ടികളുടെ ഡെവലപ്മെന്റിന് അത്യാവശ്യമാണ്. പറയണ്ടോ? പറഞ്ഞോ. അല്ലല്ല, ദാറ്റ്സ് ഓൾ മിസ്. വെരി ഗുഡ്. നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഈ ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ നമ്മളെ തന്നെ ബിൽഡ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടുന്ന 2 കാര്യങ്ങൾ ഇപ്പൊ മേരി പ്രേണി പറഞ്ഞു തന്നു. എൻവിയോൺമെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഫ്രീഡം. ഇനി കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന 2 ടൂൾസ് ഉണ്ട്. ആ 2 ടൂൾസ് ആണ് അബ്സോർബൻ മൈൻഡ്. അതിന്റെ മനസ്സ് അങ്ങനെയാണ്, എന്ത് കണ്ടാലും അതങ്ങ് അബ്സോർബ് ചെയ്യും. നമ്മൾ സ്പഞ്ചൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ വലിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഒരു കുട്ടിയുടെ മൈൻഡ്. അപ്പോൾ കണ്ണി കാണുന്നതും കേൾക്കുന്നതും എല്ലാം അവര് അബ്സോർബ് ചെയ്യും. കൊച്ചു കുട്ടികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ ആരെങ്കിലും പറ്റി എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പറയും മിണ്ടല്ലേ കേൾക്കുന്ന മുഴുവനും പിടിച്ചെടുക്കുന്നു പറയും. ശരിയാണ്, അവരുടെ മൈൻഡ് അബ്സോർബൻ മൈൻഡാണ്. അതുപോലെ തന്നെ സെൻസിറ്റീവ് പീരീഡുമാണ്. എന്തിനോടും അവർ സെൻസിറ്റീവ് ആയിരിക്കും. അവരവരുടെ സെൻസസ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ആ ഫ്ലോ ഡയഗ്രാം ഞാനൊന്ന് പറയാം. അത് കഴിഞ്ഞ് നമുക്ക് ലോ ഓഫ് വർക്ക് എന്ന് പറഞ്ഞ നമ്മളുടെ ഫസ്റ്റ് ലോ ഉണ്ട്. ആ പേജിൽ കാണുന്ന ലോ ഓഫ് വർക്കിന്റെ 2 പാരഗ്രാഫ് അഖിലേക്ക് വായിക്കാം. അതിനു മുമ്പ് ഞാൻ ആ ഫ്ലോ ഡയഗ്രാം ഒന്ന് പറയാം. ആ ഫ്ലോ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു കുട്ടി, ചൈൽഡ്, ആ കുട്ടിയുടെ ഒരു പ്രീ ഡിറ്റർമിൻഡ് സൈക്കിക് പാറ്റേൺ ഉണ്ട്. അതിനെ മറിയ മോണ്ടിസോറി സ്പിരിച്വൽ എംബ്രിയോ എന്നാണ് പറഞ്ഞത്. ഈ സ്പിരിച്വൽ എംബ്രിയോ പല സ്റ്റേജിലൂടെ ഡെവലപ്പായി പോകുന്നു. ആ ഓരോ ഡെവലപ്മെന്റിനും മറിയ മോണ്ടിസോറി ഓരോ ലോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ലോ ഓഫ് വർക്ക്, കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റി. അവരെ സംബന്ധിച്ച് അത് ഗെയിമാണ്, കളിയാണ്. അപ്പൊ കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റി മനസ്സിലാക്കിയിട്ടാണ് ഡോക്ടർ മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തത് തന്നെ. ഓക്കെ. പിന്നെ ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. ലോ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങുന്നു കാര്യങ്ങൾ. ഞാൻ ചെയ്യാന്ന് പറഞ്ഞ ഷൂ ലേസ് കെട്ടുന്നു, ഷൂ ഇടുന്നു, സോക്സ് ഇടുന്നു, ഡ്രസ് ഇടുന്നു, മുടി കോംപ് ചെയ്യുന്നു, തന്നെത്താനെ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം എടുക്കുന്നു, അങ്ങനെ അവരുടെ ക്ലോത്ത് അവർ മടക്കി വെക്കുന്നു, ഭക്ഷണം കഴിച്ച് പാത്രം കൊണ്ടുവയ്ക്കുന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അവർ ചെറുപ്പത്തിൽ ചെയ്യില്ലേ. അപ്പൊ അങ്ങനെ ഇൻഡിപെൻഡന്റ് ആകും അത്. പിന്നെ പവർ ഓഫ് അറ്റൻഷൻ. അവർ ശ്രദ്ധിക്കുന്നു പല കാര്യങ്ങളും. അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അവർ വളരെ കോൺസെൻട്രേഷനോടുകൂടി അറ്റൻഷനോടുകൂടി ചെയ്യും. നമുക്ക് അവരെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ ആക്കിയിട്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് റിസൾട്ടും കിട്ടുന്നു. അവരുടെ കോൺസെൻട്രേഷനും അവർക്ക് ഇഷ്ടവുമായിരിക്കും, കോൺസെൻട്രേഷനും അറ്റൻഷനും കൂടുന്നു. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എഴുതിക്കണം നമുക്ക് KG കുട്ടികളെ കൊണ്ട്. എഴുതിക്കുന്നതിനേക്കാളും അവർക്ക് കളർ ചെയ്യാൻ ഇഷ്ടമാണ്. നമ്മൾ അതുകൊണ്ടാണ് കിഡ്സ് ആക്ടിവിറ്റി ബുക്കില് നമ്മൾ ആൽഫബറ്റ്സിന്റെ ഷേപ്പ് കൊടുത്തിട്ട് കളർ ചെയ്യാൻ പറയും. അവർ വരച്ച് അവർ പതുക്കെ ഗ്രാജുവലി റൈറ്റിംഗിലേക്ക് അവർ വന്നോളൂ. പിന്നെ അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഡെവലപ്പ് ആകുന്ന രീതിയിലുള്ള ആ ഒരു കാര്യങ്ങൾ. നമ്മളൊരു ടോയ് കൊടുത്തു, അവർ ആ ടോയ് ആദ്യം കളിക്കേണ്ട രീതി കളിക്കും. കുറച്ച് കഴിയുമ്പോൾ എന്താ, അതിന് മുമ്പ് ഇന്റലിജൻസ് ഡെവലപ്മെന്റ് ഉണ്ട് കേട്ടോ. കളിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ മാനിപ്പുലേറ്റ് ചെയ്യും. ആ ടോയ് ഉപയോഗിച്ച് അവർ വേറെയും പല കളികൾ കളിക്കും അല്ലെ. ബിൽഡിംഗ് ബ്ലോക്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടേതായ രീതിയിൽ ഓരോ സാധനങ്ങൾ ബിൽഡ് ചെയ്യും.
സോ ദാറ്റ് ഇസ് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ് ഡെവലപ്മെന്റും ഇമാജിനേഷനും ക്രിയേഷന്റെയും ഡെവലപ്മെന്റ്. പിന്നെ ഇമോഷണൽ സ്പിരിച്വൽ ലൈഫ്, അതിന്റെ ഡെവലപ്മെന്റ്. അത് വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന സമയമാണെങ്കിൽ അങ്ങനെ കുറെ വാല്യൂസ് അവരിൽ വരും, സോഷ്യൽ വാല്യൂസ്. വീട്ടിൽ ഫോളോ ചെയ്യുന്ന ബിലീഫ്, പല മതവിശ്വാസങ്ങളിലുള്ളവരുണ്ടാവും, ട്രഡീഷൻസ്, ഇതെല്ലാം കുട്ടികൾക്ക് നല്ല വാല്യൂസ് പകർന്നു കൊടുക്കും. എല്ലാവരോടും ആരും ഉപദ്രവിക്കരുത്, എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരോടും കരുതൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണല്ലോ പലപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും കുട്ടിക്ക് കിട്ടുന്നത്. സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇവിടെ സോഷ്യൽ ഇമോഷണൽ ലൈഫിന്റെ ആ ഒരു ഡെവലപ്മെന്റ്. പിന്നെ കുട്ടിയുടെ ഗ്രോത്തിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്, അത് ഡോക്ടർ മോണ്ടിസോറി 2 സ്റ്റേജ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും. ആ ഓരോ സ്റ്റേജിനെയും വീണ്ടും 2 പീരീഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്റ്റേജിലും 2 പീരീഡ് വീതം, ടോട്ടൽ 4 പീരീഡ് സ്റ്റേജസ് ഓഫ് ഗ്രോത്തിന് വരുന്നുണ്ട്. ഇനി ഈ ഒരു ഡെവലപ്മെന്റ് നല്ല നാച്ചുറൽ ആയിട്ട്, ആ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് നല്ല നാച്ചുറൽ ആയി നടക്കണമെങ്കിൽ നമുക്ക് നെസസറി കണ്ടീഷൻസ് ആണ് നല്ലൊരു അന്തരീക്ഷം, എൻവിയോൺമെന്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഫ്രീഡം. ഇനി അതിനുവേണ്ടി കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്ന ഇന്റേണൽ എയ്ഡ്സ് ആണ് അതിന്റെ സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും. ഇനി നമ്മൾ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലെ ഫസ്റ്റ് ലോ ഓഫ് വർക്ക് അഖില ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് റീഡ് ചെയ്യും. ഓക്കെ അഖില, പ്ലീസ്. യെസ് പ്ലീസ്. Montessori asserts that the child prefers work to play. Love of work includes the ability to choose work freely and to find a serenity and a joy in work. According to Maria Montessori, child at Casa dei Bambini were able to achieve an integrated of self-taught their work. She observed that the child who became in with distraction behavior like aggressiveness, hostility, etc., quickly settled down in the prepared environment. They became calm and peaceful after working with materials in prepared environment. Slowly, all the distraction behaviors disappears. Montessori concluded that some great needs of the child must be met through these activities of concentration, and that the new state of child had thereby reached was actually his normal state. Montessori refers to this process of psychic interaction as the normalization of the child. Through work, the child became normal. അടുത്ത കൂടെ വായിച്ചേക്കണ്ടേ? വായിച്ചു. According to the realization the child has brought us, there is one of the fundamental important, the phenomena of normalization through work. It certains, but the child aptitude for work represents a vital instinct for. Without the work, his personality cannot be organized itself and deviates from the normal line of its construction. Man built himself through working. The work of the child is different from that of the growth work. ഓക്കെ അഖില, അത്രയും മതി. എന്തൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇതില് കുട്ടികളുടെ വളർച്ചയുടെ കാര്യമാണ് പറഞ്ഞത്. അതായത് ഒരു കുട്ടി വർക്ക് ചെയ്ത് അവര് കളിച്ച് ഓർഗനൈസ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികളില് അവരുടെ അഗ്രസീവ്നെസ്സും ഹോസ്റ്റിലിറ്റിയും ഒക്കെ കുറയുമെന്നാണ്. അതുകൊണ്ട് കുട്ടികളെ വർക്ക് ചെയ്യാനും അതുപോലെ അവരുടെ കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യാനും ഒക്കെ സഹായിക്കണം. ഓക്കെ, ലോ ഓഫ് വർക്ക്, നമ്മുടെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലെ ഫസ്റ്റ് ഏരിയ അല്ലെ, ലോ ഓഫ് വർക്ക്. ഡോക്ടർ മോണ്ടിസോറിക്ക് അറിയാം കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കണം. അവരിങ്ങനെ ഓരോ കളികളും ഓരോ കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ അവരെ സംബന്ധിച്ച ഒരു ഗെയിമാണ്, പക്ഷെ അവരുടെ ആ ഒരു വർക്കാണ് അവരെ ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അവര് കൈ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുവാണ്, അവരിങ്ങനെ അത് ശ്രദ്ധിച്ചുകൊണ്ടേ ഓരോ കാര്യങ്ങൾ ചെയ്യും. വളരെ സന്തോഷമായിരിക്കും അത് ചെയ്യുമ്പോൾ. ഡോക്ടർ മോണ്ടിസോറി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു മോണ്ടിസോറി സ്കൂളാണ് കാസാ ഡി ബാംബിനി. അപ്പൊ അവിടെയുള്ള കുട്ടികൾ ഈ ഒരു അവര് കൂടിച്ചേർന്ന് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്താണ് അവർക്ക് ആ ഒരു
സെൽഫ് ഇന്റഗ്രേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയതെന്നാണ് ഡോക്ടർ മോണ്ടിസോറി മനസ്സിലാക്കിയത്. അവർ പറഞ്ഞത് അവർ ഒബ്സർവ് ചെയ്തു, വന്ന കുട്ടികൾക്ക് പലർക്കും ഒരു സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. ആ കുട്ടികൾ പലരും അഗ്രസീവ്നെസ്, ഭയങ്കരമായിട്ട് അവർ വയലന്റ് നേച്ചർ കാണിക്കുമായിരുന്നു, ഹോസ്റ്റിലിറ്റി, അൺഫ്രണ്ട്ലി ആയിട്ട്, ഒട്ടും ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുന്ന രീതിയിലായിരുന്നു. പെട്ടെന്നാണ് ഈ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റുമായിട്ട് അവരങ്ങ് കോപ്പപ്പ് ചെയ്തത്, സെറ്റിൽ ഡൗൺ ചെയ്തു, അവർ ഇഷ്ടപ്പെടാൻ തുടങ്ങി അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അതിന് സമയമെടുത്തെങ്കിലും അവർ പെട്ടെന്ന് തന്നെ സെറ്റിൽ ഡൗൺ ചെയ്തു. അവർ വളരെ കാമായി, അതുവരെ വളരെ അഗ്രസീവ്നെസ്, വയലന്റ് നേച്ചർ, കൈ കെട്ടുന്നൊക്കെ വലിച്ചെറിയ, ബഹളം ഉണ്ടാക്കുക ചെയ്ത കുട്ടികൾ കാമായി, അവർ പീസ്ഫുൾ ആയി, അവരിതിങ്ങനെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരുന്നു ആ മെറ്റീരിയൽസുമായിട്ട്. ആ ഒരു എൻവയോൺമെന്റിൽ അവരവിടെ ഷൗട്ട് ചെയ്യാനോ പണിഷ് ചെയ്യാനോ ആരുമില്ല, അതുപോലത്തെ എൻവയോൺമെന്റ് ആണ്. അവർക്ക് മനസ്സിലായി ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നുള്ള രീതിയിൽ. ഇത് വീട്ടിലോ നാട്ടിലോ ഒക്കെ അവർക്ക് ആരുടെയെങ്കിലും ഒക്കെ വഴക്ക് കേട്ടതുണ്ടാവും, ചില സമയത്ത് പണിഷ്മെന്റും കിട്ടുന്നുണ്ടായിരിക്കാം. സ്ലോലി അവരുടെ ഈ നശീകരണ ആ ഒരു സ്വഭാവം, ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, അതെല്ലാം മാറി. മോണ്ടിസോറി കൺക്ലൂഡ് ചെയ്തു കുട്ടികളെ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ അവർ നല്ലൊരു കോൺസെൻട്രേഷനിലൂടെയും അങ്ങനെ പല സ്റ്റേറ്റിലേക്ക് കുട്ടി എത്തുവാണ്. അതായത് ഡെവലപ്മെന്റിന്റെ ഓരോരോ സ്റ്റേജ് ആയിട്ട് എത്തും, ആ നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തപ്പെടും. അപ്പോൾ ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ കുട്ടികളെ അവർ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ സ്കൂളുകളിൽ റാങ്ക്, ഗ്രേഡ്, മാർക്ക് അങ്ങനെയൊക്കെ വെച്ചിട്ട് കുട്ടികളുടെ ഒരു ഡിവിഷൻ ഉണ്ടാവും അല്ലെ. ഇവിടെ അങ്ങനെയല്ല ഡോക്ടർ മോണ്ടിസോറി ഡിവൈഡ് ചെയ്തത്. നോർമലൈസ്ഡ് ചിൽഡ്രനും ഡീവിയേറ്റഡ് കുട്ടികളും. അപ്പൊ കസാഡെ ഫാമിലിയിലേക്ക് വന്ന കുട്ടികൾ ഡീവിയേറ്റഡ് ആയിരുന്നു. ഡീവിയേറ്റഡ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ വളരെ ലേസി, നമ്മളുടെ ടീച്ചർമാരുടെ ഗുഡ് ബുക്കിൽ ഇരിക്കുന്ന ഒരു കുട്ടികളുണ്ടല്ലോ, പാവം കുട്ടി, ഒരു ശല്യവും ഇല്ല എന്ന് പറയുന്നത്, ആക്ച്വലി അവർ ഡീവിയേറ്റഡ് കുട്ടികളാണ്. അത് പ്രൊഡക്റ്റീവ് അല്ല, അവരൊന്നും ചെയ്യുന്നില്ല, അവരുടെ തിരുത്തി അവിടെ തന്നെ ഇരുന്നോളും, ഒന്നും ചെയ്യില്ല, ആർക്കും ഒരു ശല്യമില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ. അതുകൂടാതെ ഇതുപോലെ അഗ്രസീവ്നെസ് കാണിക്കുന്ന വേറൊരു ഗ്രൂപ്പ്, അവരും ഡീവിയേറ്റഡ് ആണ് അക്കോർഡിംഗ് ടു ഡോക്ടർ മോണ്ടിസോറി. അഗ്രസീവ്നെസ്സും അൺഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നതും ഡിസ്ട്രക്റ്റീവ് നേച്ചർ, എന്ത് കിട്ടിയാലും നശിപ്പിക്കുന്ന അങ്ങനത്തെ ഒക്കെ നേച്ചറുള്ള അങ്ങനെയുള്ള കുട്ടികളെല്ലാം ഡീവിയേറ്റഡ് ആയിട്ടാണ്. അപ്പൊ ഈ ഒരു എൻവയോൺമെന്റിൽ ഇരുന്ന് അവർക്ക് ഇതെല്ലാം ചെയ്യാനുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവരെ സംബന്ധിച്ച് അവർ കളിക്കുക. പക്ഷെ അവരങ്ങനെ അവരുടെ വർക്ക്, അവരുടെ മൈൻഡ് മാറാൻ തുടങ്ങി. അവർ വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയി, അങ്ങനെ അവർ നോർമലൈസ്ഡ് കുട്ടികളായി മാറി. അപ്പൊ അക്കോർഡിംഗ് ടു ഡോക്ടർ മോണ്ടിസോറി, നോർമലൈസ്ഡ് കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് എന്നാണ്. അതായത് എല്ലാ സബ്ജക്റ്റിലും ടോപ്പ് ആകുക, ഫസ്റ്റ് ആകുക, പെർഫെക്റ്റ് ആകുക എന്നുള്ള അർത്ഥമല്ല നോർമലൈസേഷൻ. പ്രൊഡക്റ്റീവ് ആകുക, അവൻ ചെയ്യുന്ന ആക്ടിവിറ്റി മറ്റുള്ളവരെ ശല്യം ചെയ്യാതെ, ആ മെറ്റീരിയൽസ് നശിപ്പിക്കാതെ, വളരെ ഹാപ്പി ആയിട്ട് ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് ചെയ്യുന്നു, തന്നെ താനിരുന്ന് ചെയ്യുന്നു. ദാറ്റ് ഇസ് അക്കോർഡിംഗ് ടു ഡോക്ടർ മോണ്ടിസോറി നോർമലൈസേഷൻ. ഇപ്പൊ ആ ആക്ടിവിറ്റി ഒരു കുട്ടി 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കാം, വേറൊരു കുട്ടിക്ക് അതിന് അരമണിക്കൂർ എടുത്ത് കാണും, വേറൊരു കുട്ടി 1 മണിക്കൂർ ചെയ്ത് കാണും, വേറൊരു കുട്ടിക്ക് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് ശരിയായിട്ടുണ്ടാവില്ല, കുറേ റിപ്പീറ്റിന് ശേഷമായിരിക്കാം ശരിയായിട്ടുണ്ടാവും. അവരെല്ലാം നോർമലൈസ്ഡ് ആണ്, കാരണം അവരാരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അവരുടെ ഓൺ സ്പീഡിൽ അവർ കാര്യങ്ങൾ ചെയ്യും. അത് ആണ് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ഒരു ചാപ്റ്റർ നിങ്ങൾക്കുണ്ട്. ഡോക്ടർ മോണ്ടിസോറി നോർമലൈസ്ഡ് കിഡ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവായ കുട്ടികളെയാണ്. അങ്ങനെ ഒരു വാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ എവിടെയും കാണില്ല, പക്ഷെ ഞാൻ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു ഡോക്ടർ മോണ്ടിസോറി, നോർമലൈസ്ഡ് ചൈൽഡ് മീൻസ് ഡാഷ്. കുറെ ഓപ്ഷൻ ഉണ്ടാവും, പെർഫെക്റ്റ്, ടോപ്പ് ഇൻ ഓൾ സബ്ജക്ട്സ്, അങ്ങനെ അഗ്രസീവ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ സബ്ജക്റ്റ് ഉണ്ട്, സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പ്രൊഡക്റ്റീവ് എന്നൊരു വാക്കുണ്ട്, വേർഡ് ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കുക. ആരൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അക്കോർഡിംഗ് ടു ഡോക്ടർ മോണ്ടിസോറി നോർമലൈസ്ഡ് കിട്ടുന്ന കിട്ടിയില്ല, എന്നോട് ചോദിക്കൂ എവിടെ നിന്ന് മിസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നമ്മളിത് ഈ കണ്ടന്റിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഒരു കുട്ടി നോർമലൈസ്ഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആകുക എന്നുള്ളതാണ്. കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറെ ഫാക്ടറിയിൽ നിന്നുള്ള കുറെ മെഷീൻസ് ഇറങ്ങുന്ന പോലെയല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് കുട്ടികൾ ഇറങ്ങേണ്ടത്. അതായത് ഡോക്ടറും എഞ്ചിനീയറും ആയിട്ട് സെറ്റ് ചെയ്തല്ല കുട്ടികളെ വിടേണ്ടത്, അവരെ പ്രൊഡക്റ്റീവ് ആക്കുക. ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്റെ പൊട്ടൻഷ്യൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റണം, ആ രീതിയിൽ ഉള്ള കുട്ടികളാക്കി മാറ്റുക. അതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കുറെ പ്രോഡക്ട്സ് ഉണ്ടാക്കി വിടുക എന്നുള്ളതല്ല. സോ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ ഇതിൽ ഈ 2 പാരഗ്രാഫിലും
എൻഡ് ചെയ്യുന്ന ഒരു സെന്റൻസ് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് പാരഗ്രാഫിൽ ത്രൂ വർക്ക് ചിൽഡ്രൻ ബിക്കം നോർമൽ. ഞാൻ എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്, ത്രൂ വർക്ക് ചിൽഡ്രൻ ബിക്കം ഡാഷ്. അത് അണ്ടർലൈൻ ചെയ്തോളൂ. അതുപോലെ തന്നെ ആ സെക്കൻഡ് പാരഗ്രാഫില് മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ ഡാഷ് വർക്ക്. ജോലി എടുത്തോണ്ടിരുന്നാലാണ് നമ്മൾ ആക്റ്റീവ് ആവുള്ളൂ. റിട്ടയർമെന്റിന് ശേഷം എത്രയോ ആളുകൾ ഭയങ്കര ഡൗൺ ആവുന്നു വെച്ചാൽ പെട്ടെന്ന് മരിച്ചു പോകുന്നു അല്ലേ. ചിലരെന്ത് ചെയ്യും, റിട്ടയർമെന്റ് ആവുന്നതിന് മുമ്പ് ചിന്തിച്ചു വെക്കും, റിട്ടയർ ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, കൃഷിയെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊതുപ്രവർത്തനങ്ങളിലോ അങ്ങനെ എന്തിലെങ്കിലും അവർ എൻഗേജ്ഡ് ആകും. അതാണ് മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. ചടഞ്ഞുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ ബാധിക്കും. ആക്റ്റീവ് ആയിരിക്കണം. നമ്മൾ ഏതൊരു പ്രായത്തിലാണെങ്കിലും ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങൾ ലോ ഓഫ് വർക്ക്. നെക്സ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അഡൾട്ടും കുട്ടി, ഇപ്പൊ നമ്മൾ പറഞ്ഞു കുട്ടികൾ വർക്ക് ചെയ്യുന്നു, കുട്ടികളെ സംബന്ധിച്ച് അത് ഗെയിമാണ് അല്ലെ. പക്ഷെ അവര് ആ പ്രോസസ് വല്ലാതെ എൻജോയ് ചെയ്യും. കുട്ടികള് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പ്രോസസ് എൻജോയ് ചെയ്യാനായിട്ട്. പക്ഷെ അഡൾട്ടിന് ചെയ്യുന്ന ജോലി ആ പ്രോസസ്സിന് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ജഗ്ഗിൽ നിറയെ വെള്ളമുണ്ട്, ഈ വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കണം. ആസ് ആൻ അഡൾട്ട് നമ്മൾക്ക് എന്താ, നമ്മൾ എൻജോയ് ചെയ്യുക പ്രോസസ്സ്? ഇല്ലല്ലോ. നമുക്ക് എൻഡ് റിസൾട്ട് എന്താ, ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എൻഡ് റിസൾട്ട്. പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് തന്നെത്താൻ അത് ചെയ്യാനായിട്ട് നീ പോയി എടുത്ത് കുടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര പ്രൗഡ് ആവുകയാണ്. ഓ, അമ്മ എന്നെ അത് തന്നെ ചെയ്യാനായിട്ട് സമ്മതിച്ചു. മറ്റേത് അമ്മയായിരിക്കും എടുത്ത് കൊടുക്കുന്നത് ഗ്ലാസ്സിൽ വെള്ളം, അവനത് കുടിക്കുന്നു, അവന് വലിയ എൻജോയ്മെന്റ് ഒന്നും അതിനകത്തില്ല, വെള്ളം കുടിക്കുന്ന പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതേസമയം നീ തന്നെ പോയി എടുക്കൂ എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി ജഗ് എടുത്ത് ഗ്ലാസ് എടുത്ത് വെള്ളം അതിന് വളരെ സൂക്ഷിച്ചൊഴിച്ച് അവരത് കുടിക്കാനായിട്ട് അവർക്ക് ആ പ്രോസസ്സും അവർ എൻജോയ് ചെയ്യുകയാണ്. അപ്പൊ അതാണ് അഡൾട്ടിന്റെ വർക്കും കുട്ടിയുടെ വർക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ് നിങ്ങളൊന്ന് വായിച്ചിട്ട് വരുമോ? പിന്നെ ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അത് ഡെഫിനറ്റ്ലി എല്ലാവർക്കും മനസ്സിലാവും. കുട്ടികളെ നമ്മൾ ഒരു ഫ്രീഡം കൊടുത്താൽ അവരെന്ത് ഹാപ്പി ആയിട്ട് അത് ചെയ്തു കൊടുക്കും. ഇനി ഇവിടെ ഈ ജഗ്ഗിൽ വെള്ളം ഒഴിക്കുന്ന പ്രോസസ് പറഞ്ഞല്ലോ, ഈ കുട്ടിക്ക് അറിയില്ലല്ലോ ജഗ് ഇപ്പൊ നിറഞ്ഞിരിക്കുവാണെങ്കിൽ ഒഴിക്കുമ്പോ ചിലപ്പോൾ സ്പിൽ ഔട്ട് ആയി പോവാം വെള്ളം അല്ലെ. അപ്പൊ ഒരു ഷൗട്ടിങ് ആയിരിക്കും അപ്പുറത്ത് നിന്നുണ്ട്, ഒരു കാര്യം മര്യാദക്ക് ചെയ്യാൻ അറിയില്ല, ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു കമന്റ്സ് വരുമ്പോൾ കുട്ടി ഭയങ്കര ഡൗൺ ആയി പോകും. അതിന്റെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കും, കോൺഫിഡൻസ് ലെവൽ കുറയും. ഓ, ഞാൻ ചെയ്ത എല്ലാം മോശമായി പോകും, ഐ എം നോട്ട് ഗുഡ് എന്നുള്ള ഫീല് ആ കുട്ടിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര പാടാ പിന്നെ ഇത് മാറ്റിയെടുക്കുക. സാരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഒച്ച ക്ലോത്ത് അവനെ തന്നെ ഏൽപ്പിക്കുക, നീ അത് തുടച്ചോളൂ. അപ്പൊ അവൻ കൂടുതൽ ഹാപ്പി ആവുക. അപ്പൊ ഇനി രണ്ടാമത് അവൻ വെള്ളം ഇതുപോലെ എടുക്കുമ്പോൾ അവൻ ഓർക്കും, അവന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ് അവനെ പുതിയ കാര്യങ്ങൾ നല്ല രീതിയിൽ അടുത്ത കാര്യം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അവനെ പ്രാപ്തനാക്കുന്നത്. ഞാൻ അന്ന് അങ്ങനെ ഒഴിച്ചപ്പോ വെള്ളം പോയി, അപ്പൊ ഞാൻ ശ്രദ്ധിക്കണം. അവൻ ശ്രദ്ധിച്ചൊഴിക്കും. അപ്പൊ മേ ബി കഴിഞ്ഞ പ്രാവശ്യം പോയതിനേക്കാൾ വളരെ കുറവ് തുള്ളികളായിരിക്കും പുറത്തേക്ക് പോയിട്ടുണ്ടാവും. അവരെന്ത് കാര്യം ചെയ്യുമ്പോഴും മാക്സിമം എഫേർട്ട് എടുക്കും. അവർക്ക് അറിയില്ല ഒരു ടാസ്ക് ചെയ്യാൻ ഇത്ര എഫേർട്ട് മതി. ഒരു ടേബിള് പുഷ് ചെയ്യാൻ നമുക്കിപ്പോ ആസ് എൻ അഡൽട്ട് നമുക്കറിയാം, ടേബിള് നമ്മൾ തള്ളുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അതിന്റെ ഒരു വെയിറ്റ്. അപ്പൊ എത്രത്തോളം ഫോഴ്സ് കൊടുത്താൽ അത് പുഷ് ആവുന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് അവന് അറിയില്ല ഓരോന്നിനും എത്ര ഫോഴ്സ് കൊടുക്കണം എന്നുള്ള ആ ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണല്ലേ ഉള്ളൂ. ആ സെൻസ് അവന് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവൻ ആദ്യമേ ചെയ്യുമ്പോൾ തന്നെ ഫുൾ എഫേർട്ട് എടുക്കും. അങ്ങനെ പലപ്പോഴും ഈ കുട്ടികൾ വരിയായി പോകുമ്പോൾ അവർ ആ ഒരു കളിയുടെ രസത്തിന്റെ സ്പീഡിൽ ഓടി എങ്ങാനും വരുമ്പോ മുന്നിൽ നിൽക്കുന്ന ആളെ ഒന്ന് ആ ഒരു വരുന്ന സ്പീഡിൽ തൊട്ടതായിരിക്കും, പക്ഷെ ആ കുട്ടി അങ്ങ് വീഴും. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ എന്താ പറയുന്നത്, ആ തള്ളിയിട്ടു. അവനോട് ടീച്ചർ ചോദിക്കും, നീ എന്തിനാ അവനെ തള്ളിയിട്ടെന്ന് ചോദിക്കുമ്പോൾ അവന്റെ മറുപടി ഒന്നേ വരുള്ളൂ, എനിക്കറിയില്ല, ആയതുകൊണ്ടു. അവർക്കറിയില്ല ശരിക്കും എന്താ സംഭവിച്ചതെന്ന്. അവരുടെ ഉള്ളിലുള്ള ഫോഴ്സ് മുഴുവനുമാണ് പുറത്തേക്ക് വന്നത്. അവർക്കപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത്ര എഫേർട്ട് എടുക്കണം എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ ഒക്കെ അവർക്ക് ഇനി ഡെവലപ്പായി വരും. അപ്പൊ അതാണ് അഡൾട്ടും ഒരു ചൈൽഡും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. നമ്മൾ കുട്ടീനെ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. ഫ്രൂട്ട്സ് കട്ട് ചെയ്യട്ടെ, വെജിറ്റബിൾസ് കട്ട് ചെയ്യട്ടെ, അവർ വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്യും. പിന്നെ വിരലൊക്കെ മുറിയാതിരിക്കാനുള്ള കുറെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ ഉണ്ടല്ലോ. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ മുറിയാറുണ്ട്. കുട്ടി ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ അവന് നമ്മൾക്കുണ്ടാകുന്ന അപകടത്തിന്റെ അത്രയും പോലും അവർക്ക് ഉണ്ടാവില്ല.
ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ഡയറക്ഷൻ സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് വരണം. നമ്മൾ ഫ്രീഡം കൊടുക്കുന്നു എന്ന് പറഞ്ഞു എല്ലാ ഫ്രീഡവും കൊടുക്കുമല്ല. നമ്മൾ പറഞ്ഞു വിത്തിൻ ദ ലിമിറ്റ്സ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമ്മൾ അത് അവരെ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നിങ്ങൾ വായിച്ചിട്ട് വരും. വായിക്കുമ്പോഴൊക്കെ ഇച്ചിരി വിഷമം തോന്നിരിക്കും. പക്ഷെ എന്നാലും ഇപ്പൊ എന്താ സംഭവം എന്ന് മനസ്സിലായല്ലോ. ഒരു കുട്ടി തന്നെ ഡെവലപ്പായി വരുന്നതിന്റെ ആ ലോസ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടുന്ന കണ്ടീഷൻസും അതിന് കുട്ടിയുടെ ഉള്ളിലുള്ള ടൂൾസും അത്രയേ ഉള്ളൂ ഇതിന്. എന്താ പറയാൻ വന്നത്? പറയാണ്ടോ? ഈ 10 ക്വസ്റ്റ്യന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടുണ്ടാകും. അത് സബ്മിറ്റ് ചെയ്യേണ്ട കേട്ടോ. കാരണം 10 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കുറേ പേജസ് ഉണ്ടാവില്ലേ. നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചാൽ മതി. വൈവ ചെയ്യുന്ന സമയത്ത് അതിന് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അത് പ്രസന്റ് ചെയ്യാൻ റെഡി ആയിരുന്നാൽ മതി. ഓരോന്നിനും ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കൊടുക്കണം മിസ്സേ. വേണ്ട, അതൊക്കെ റിപ്പോർട്ടിനൊക്കെ അല്ലേ അങ്ങനെ കൊടുക്കുന്നത്. സർവേ അങ്ങനത്തെ റിപ്പോർട്ട്, പ്രോജക്ട് റിപ്പോർട്ടിനൊക്കെ അല്ലേ. ഇത് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ അത് ചെയ്താ പോരെ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീക്ക് കാണാം. യെസ് പ്ലീസ്. Thank you, Miss, for such a wonderful class. Today we start to learn about the lesson Law of Natural Development. You explained the lesson very well and made us understand it perfectly. Thank you all my dear friends who attend the class. Thank you. ആണോ? അവനെന്താ ഉറങ്ങത്തെ? ഉറങ്ങണ്ടല്ലേ, കളിക്കുക. റേഞ്ചിലെത്തുന്നു, ബ്രേക്ക് ആവും. ഹായ്, പേരെന്താ? അവയുടെ പേരെന്താ? പേര് പറയാമോ? ഇവിടെ അവിടെ എന്തോ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഒരു മിനിറ്റ്. ശരണ്യയുടെ വീട്ടിൽ ആരോ ഉണ്ടല്ലോ. ബേബീസിന്റെ ഒക്കെ സ്കൂളൊക്കെ കഴിഞ്ഞോ? അമ്മയുടെ കൂടെ ഇരുന്ന് ക്ലാസ് കാണുവാണോ മോള്? സമ്മാനം ഉണ്ട് മിസ്സേ കളറിങ്ങില്. നഴ്സറിയിലെ പഠിക്കുന്നു. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. എടുക്കുകയാണല്ലോ. വേറെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഇന്ന് സ്റ്റേജിൽ സമ്മാനം കൊടുക്കുന്നുണ്ട് പറഞ്ഞു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കളർ ചെയ്തത്. പുറത്തേക്കൊന്നും പോകാതെ 10 കുട്ടികളുടെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെല്ലേ? ഓക്കെ ഓക്കെ. ഏത് ക്ലാസ്സിലാ മോള്? മോള് ഇപ്പൊ നഴ്സറിയിലാ. അച്ഛൻ ആർട്ടിസ്റ്റ് ആണ്. ഓ ശരി ശരി. അമ്മയെ പഠിപ്പിക്കാനിരിക്കുവാണോ? അമ്മയെ പഠിപ്പിക്കാനിരിക്കുവാണോ? തല്ലു തരാൻ വന്നേ. ആണോ? ശരി. അമ്മയുടെ മോനാണോ? മോളാണോ? ശരി. അത് ശരി. അപ്പൊ അമ്മയ്ക്ക് നമുക്ക് എന്താ ചെയ്യണ്ടേ? കൊച്ചിനെ തല്ലാൻ പാടുണ്ടോ? അടി കൊടുക്കണോ? ഞാൻ കൊടുക്കണം. അമ്മ പഠിക്കില്ലേ? അമ്മമാര് ഇതൊക്കെ കേക്കണം. കേൾക്കാറുണ്ട് കേട്ടോ, ഈ അമ്മ ഇന്നെന്തോ ഒന്നും പഠിക്കാത്തത്. അമ്മമാര് പറയും ഞങ്ങൾ അവരുടെ പുറകെ നടക്കാറ്, ഇപ്പൊ അവര് ഞങ്ങളുടെ പുറകെ നടക്കാറ്. പെൻസിൽ പോലും തരത്തില്ല ടീച്ചറെ ഉണ്ട്. ആണോ? മോളെ ചേർക്കാറായില്ലല്ലോ? ഇല്ല ടീച്ചറെ, അഡ്മിഷൻ ഒരു മോർത്തെ
ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. ആ കിട്ടി കിട്ടി. ഇത് അമ്മയുടെ ഫ്രണ്ട്സാ, അമ്മയുടെ ടീച്ചറാ ഇത്. എല്ലാവർക്കും ഒരു ഇമോട്ടെ, ഒരു ഉമ്മ എന്ന് പറഞ്ഞു. ചിരിക്കുന്നുണ്ടോ? ചേച്ചിയെ കണ്ടോ? എല്ലാരോടും ഇഷ്ടമെന്ന് പറ, എല്ലാരോടും ഇഷ്ടമെന്ന് പറ. പോയി പോയി കൈ. അമ്മ ഇന്ന് വായിക്കുന്ന കേട്ടില്ലേ? അമ്മ പഠിക്കുന്നുണ്ട് കേട്ടോ, അമ്മ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുക? ഈ അച്ഛനും അമ്മ എങ്ങനെയാ എന്ത് ചെയ്യും അല്ലേ? അച്ഛനെ ഇന്ന് ചട്ടം വെച്ച ടീച്ചറെ പൊളിച്ച് ദോശ ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞ് തന്നെ കബോർഡ് തുറന്ന് ചട്ടി എടുത്ത് സ്റ്റൗ കത്തിക്കാതെ മാവ് കോരി ഒഴിച്ചിട്ട് നിക്കുവോ ദോശ ഉണ്ടാക്കാൻ. ശരി. ഞാൻ ദോശ ഉണ്ടാക്കിട്ട് കൊടുത്തപ്പോ ആ ചൂട് ചട്ടും പാത്ത് എന്നിട്ട് അച്ഛന്റെ മേത്ത് പൊള്ളിച്ചു. അത്യാവശ്യം നല്ല പണികൾ ചെയ്യുന്നുണ്ടല്ലേ? കണ്ണ് തെറ്റി ചെറിയ സ്റ്റൂൾ എടുത്തോണ്ട് മണ്ടയ്ക്ക് കയറുക, എന്നിട്ട് അവിടെ ഇരിക്കുന്ന പിച്ചാത്തി എടുക്കുക, കൂട്ടാൻ അരിയാൻ പോവാന്ന് പറയും. ഓ ശരി. എല്ലാം ചെയ്യട്ടെ. ഇച്ചിരി ബ്ലണ്ട് ആയിട്ട് അധികം ഷാർപ്പ് അല്ലാത്തൊരു നൈഫൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു കട്ട് ചെയ്തോളൂ. കൊടുക്കത്തില്ല, കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുടിയില്ല, ആശുപത്രി പോണം, ശ്വാസം മുട്ടൽ വരും. ശരി. എല്ലാം ടാറ്റാ. പോയി കിടന്നുറങ്ങി, കുറച്ചു നേരം ഉറങ്ങും കേട്ടോ. എന്താ പറഞ്ഞിട്ട് പോയതോ? ഉറങ്ങാൻ പോവാണ്. ആ ശരി ശരി, ഓക്കെ ഓക്കെ.